ഒരു രക്ഷിതാവ് 5ാം ക്ലാസ്സിലേക്ക് ഒരു കുട്ടിയെ ചേർക്കാൻ കൊണ്ടുവരികയാണ്. ചേർത്തിട്ട് പോവാൻ നേരത്ത് ആ രക്ഷിതാവ് മാഷോട് പറഞ്ഞു, മാഷെ, ഇവനെ ലൈബ്രറിയിൽ ചേർക്കാൻ മറക്കരുതേ. ഒറ്റ വാചകം. സാധാരണ കണ്ട അതും ഇതും വായിക്കുക, ലൈബ്രറിയിൽ ചെലവഴിക്കുക, ഇതൊക്കെ എന്തോ അസംബന്ധമാണ് എന്ന് കരുതുന്ന ഒരു കാലത്താണ്. ഇന്ന് ലൈബ്രറിയിലൊക്കെ വലിയ തിക്കും തിരക്കുമാണ്. പക്ഷേ കോമ്പറ്റീഷൻ മാസ്റ്ററും അതുപോലുള്ള കുറേ പ്രസിദ്ധീകരണങ്ങളും അതൊക്കെ വായനയിൽ ഉൾപ്പെടുത്തപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷെ വായന അതുമാത്രമായി ആരംഭിച്ച് അവസാനിച്ചു പോകുന്ന വളരെ അശ്ലീലകരമായ അന്തരീക്ഷം ഉണ്ട്. അത്തരമൊരു പശ്ചാത്തലത്തിലാണ് ഈ കുട്ടിയുടെ രക്ഷിതാവ്, അയാളൊരു കർഷകനാണ്. നമ്മൾ ചെറുകാടിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ഒക്കെ അതിൻ്റെ ഭൂമിയും ആകാശവും ഒരുക്കുന്ന ഏതു തരത്തിലുള്ള യന്ത്രവൽകൃത ലോകത്തിലേക്ക് നാം കടന്നാലും അപ്പോഴും ആ തകഴിയൊക്കെ പറഞ്ഞ എത്ര കഴുകിയിട്ടും എൻ്റെ കാലിൽ ചളി പോകുന്നില്ല എന്ന് പറഞ്ഞല്ലോ. ആ ഒരു അവസ്ഥ, നമ്മൾ ഈ ഭൂമിയുടെ കരുത്തും കാന്തിയുമാണ് എന്ന വസ്തുത, ഒരു പിടി മണ്ണ്, ആ മണ്ണിന്റെ ഒരു മണവും അതിൻ്റെ ഒരു കരുത്തും വീര്യവും ഒക്കെയുള്ള, ഞാൻ പറഞ്ഞു വരുന്നത് ഈ കർഷകനായുള്ള അയാൾക്ക് അധികം സ്കൂളിലൊന്നും പോകാൻ പറ്റിയില്ല, അധികം വായിക്കാൻ പറ്റിയിട്ടില്ല, ജീവിതത്തിന്റെ തിരക്കുകൾക്കും വേവലാതികൾക്കും ഇടയിൽപ്പെട്ട് വീർപ്പുമുട്ടി അരണ്ടുപോയ ഒരു കൊരുണ്ട ജീവിതത്തിന്റെ ചുരുക്കപ്പേരാണ് സത്യത്തിൽ ഈ കർഷകൻ. അയാളാണ് തൻ്റെ മകനെ നിർത്തിയിട്ട് പറഞ്ഞത്, മാഷേ, എൻ്റെ മോനെ ഇവിടുത്തെ ലൈബ്രറിയിൽ ചേർക്കണേന്ന്. അപ്പോഴായിരിക്കും എൻ്റെ അപ്പോ എന്ന് പറഞ്ഞ് മാഷ് തലയിൽ കൈവച്ചിട്ടുണ്ടാവും, അവിടെ അങ്ങനത്തെ ഒരു ലൈബ്രറി ഒന്നും ഉണ്ടാവില്ല. അപ്പോഴാണ് മാഷക്ക് ബോധ്യം വന്നിരിക്കുക, ശരി, ഇങ്ങനെ ഒരു ലൈബ്രറി ഉണ്ടാക്കണമല്ലോ. ഒരു കർഷകനാണ് പറയുന്നത്. അതിൽ തന്നെ സുഖേതു മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. +1 ഒരു കുട്ടിയെ ചേർക്കാൻ വന്നിരിക്കുകയാണ്, ചേർത്തു. അപ്പൊ കുട്ടി ഒരു പുസ്തകം നീട്ടിയിട്ട് മാഷോട്, അത് വിഭൂതിഭൂഷന്റെ അശനി സംഖ്യ എന്നുള്ളൊരു പുസ്തകമായി, മാഷെ, സമയം കിട്ടുമ്പോൾ ഈ പുസ്തകം നിങ്ങളൊന്ന് വായിക്കണം, ഞാൻ പോരി തരിച്ചുപോയി എന്ന് സുഖേതു. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, നാട്ടിൽ അത്രമാത്രം ഇരുട്ടൊന്നുമില്ല, ഇരുട്ട് കുറേയേറെ നമ്മുടെ കണ്ണിലാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്.